ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രസീലുമായുള്ള ഉഭയകക്ഷി വ്യാപാരം 5 വർഷത്തിനുള്ളിൽ $20 ബില്യൺ ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ബ്രസീലും തമ്മിൽ 3 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമീബിയയിൽ. കേരളത്തിൽ നിപ്പ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിൽ 485 പേർ. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. ഓഗസ്റ്റ് 1 മുതൽ അധിക തീരുവ അടയ്ക്കേണ്ട രാജ്യങ്ങൾക്ക് സമയപരിധി നീട്ടി നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ അരീന സബലെങ്ക സെമിയിൽ. വാർത്തകൾ വിശദമായി. 5 രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമീബിയയിലെ വിൻഹോക്കിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് പ്രതിനിധിതല ചർച്ചകൾ നടക്കും. നമീബിയ പാർലമെന്റിനെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നമീബിയയുടെ പരമോന്നത സിവിലിയൻ അവാർഡ് ശ്രീ മോദിക്ക് സമ്മാനിക്കും. ബ്രസീലുമായുള്ള ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ $20 ബില്യൺ ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിന്റെ മാതൃകയിൽ ഏകീകൃത പണമിടപാട് സംവിധാനം സാധ്യമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബ്രസീൽ താൽപര്യം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. കൃഷി, ഭക്ഷ്യ സംസ്കരണം, ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെ ബ്രസീൽ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തു. ഭീകരപ്രവർത്തനങ്ങളെയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെയും ശക്തമായി എതിർക്കുമെന്ന് ശ്രീ മോദി സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. എല്ലാ തർക്കങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്നതാണ് ഇന്ത്യയുടെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज जब विश्व तनाव और अनिश्चितता के दौर से गुजर रहा है, भारत ब्राजील की यह साझेदारी स्थिरता और संतुलन का एक अहम स्तंभ है. हम एकमत है कि सभी विवादों का समाधान डायलॉग और डिप्लोमेसी के माध्यम से होना चाहिए. ബ്രസീലിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ നാഷണൽ ഓർഡർ ഓഫ് ദ സതേൺ ക്രോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീൽ പ്രസിഡന്റ് സമ്മാനിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികൾക്കും വിനോദസഞ്ചാരികൾക്കും വിസ ഇളവ് നൽകുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യയും ബ്രസീലും തമ്മിൽ 3 പ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമരൻ. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയിലെ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറൽ, ജൈവ ഇന്ധനം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കും. കാർഷിക മേഖലയുടെ പ്രാധാന്യവും സാമ്പത്തിക മേഖലയ്ക്ക് കൃഷി നൽകുന്ന സംഭാവനകളും സംബന്ധിച്ചും പ്രധാനമന്ത്രി ബ്രസീൽ പ്രസിഡന്റുമായി ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അറിയിച്ചു. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ പൊതു താൽപര്യങ്ങൾ ഇന്ത്യയുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി ബാഹ്യശക്തികൾക്ക് അവരുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ അവസരം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടുയർത്തി BMS അനുകൂല തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേരള, MG, കാലിക്കറ്റ് സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചു. ദേശീയ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ടൈസ് നോൺ പ്രഖ്യാപിച്ചു. ജോലിക്ക് എത്താത്തവരുടെ ഒരു ദിവസത്തെ ശമ്പളം റദ്ദാക്കുമെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC MD ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിലും വ്യക്തമാക്കി. KSEBയും ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിപ്പ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിലവിൽ 485 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ 192 പേരും, കോഴിക്കോട് 114 പേരും, പാലക്കാട് 176 പേരും, എറണാകുളത്ത് 2 പേരും, കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിലാണ്. പത്തനംതിട്ട കോന്നിയിൽ ചെങ്ങളം പാറമട അപകടത്തിൽ മരിച്ച ബീഹാർ സ്വദേശി അജയ് കുമാർ റായിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇന്നലെ രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്.
കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശി മഹാദേവ് പ്രധാന്റെ മൃതദേഹം തിങ്കളാഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓഗസ്റ്റ് 1 മുതൽ അധിക തീരുവ അടയ്ക്കേണ്ട രാജ്യങ്ങൾക്ക് സമയപരിധി നീട്ടി നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% നികുതിയും മറ്റ് 1 ഡസൻ രാജ്യങ്ങൾക്ക് പുതിയ തീരുവ നിരക്കുകളും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം സുഗമമായി പുരോഗമിക്കുന്നതായും ഈ മാസം 25 മുമ്പ് അപേക്ഷ സ്വീകരിക്കുന്നത് പൂർത്തിയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 14 ദിവസത്തിനുള്ളിൽ 47% അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞതായും കമ്മീഷൻ വ്യക്തമാക്കി. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിൽ ജൂൺ 24-നാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ പ്രക്രിയ പ്രഖ്യാപിച്ചത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിൽ നിർമ്മിത ബുദ്ധിക്ക് നിർണായക സംഭാവന നൽകാൻ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മീററ്റിൽ സർദാർ വല്ലഭായ് പട്ടേൽ കാർഷിക സർവകലാശാലയിൽ കാർഷിക സാങ്കേതിക വിദ്യ നൂതന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. पहली बार भारत में किसान अपने ऐसे तो टेक्नोलॉजी यूज करता है, मशीन तो खेतों में यूज करता है, उसमें सबसे आधुनिक टेक्नोलॉजी AI को उसमें यूज करके किसानों की एम्पावरमेंट किया जाएगा, उसकी आमदनी को दुगनी किया जाएगी, उसकी प्रोडक्ट को उचित मूल्य मिले, बाजार के साथ तो सविशेष तथ्य के साथ जुड़े रहे, यही इसी उपक्रम का सबसे बड़ा उपलब्धि रहेगा. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ നടക്കും. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ നിലവിൽ 2-1 മുന്നിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 12-ന് ബർമിംഗ്ഹാമിൽ നടക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് നാളെ വെസ്റ്റ്മിൻസ്റ്ററിൽ തുടക്കമാകും. ടെന്നീസിൽ ലോക 1ാം നമ്പർ താരം അരീന സബലെങ്ക ജർമ്മനിയുടെ ലോറ സിഗ്മുണ്ടിന്റെ ശക്തമായ വെല്ലുവിളിയെ മറികടന്ന് വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. ആദ്യ സെറ്റ് തോറ്റതിനു ശേഷം തിരിച്ചടിച്ച സബലെങ്ക 3 മണിക്കൂർ നീണ്ട ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ വിജയം സ്വന്തമാക്കി. നാളെ സെമിഫൈനലിൽ സബലെങ്ക അമേരിക്കൻ താരം അമാൻഡ അനിസിമോവയെ നേരിടും. റഷ്യൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് അനിസിമോവ സെമിയിൽ എത്തിയത്. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 12 വരെ കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഛത്തീസ്ഗഡ്, കൊങ്കൺ, ഗോവ, മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് തുടങ്ങിയ ഇടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, കൊങ്കൺ, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നേപ്പാളിലെ ലെൻഡെ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട 55 പേരെ ഇന്നലെ വൈകിട്ടോടെ സൈനിക ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. തിമൂരെ ഏരിയ പോലീസ് ഓഫീസിൽ ഡ്യൂട്ടിയിലായിരുന്ന 3 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 18 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കാണാതായവരിൽ 6 ചൈനീസ് പൌരന്മാരും ഉൾപ്പെടുന്നു. നേപ്പാളിനെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന മിതേര പാലം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. തീർത്ഥാടനത്തിന്റെ ആദ്യ 6 ദിവസങ്ങളിൽ 1,11,000-ലധികം പേർ അമർനാഥ് ഗുഹയിൽ ദർശനം നടത്തി. പഹൽഗാം, ബാൽതാർ റൂട്ടുകളിൽ യാത്ര സുഗമമായി തുടരുകയാണെന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. അതേസമയം ജമ്മുവിൽ നിന്നുള്ള 8ാമത്തെ ബാച്ചായി 7,579 തീർത്ഥാടകരുടെ സംഘം ഇന്ന് പുലർച്ചെ ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രസീലുമായുള്ള ഉഭയകക്ഷി വ്യാപാരം 5 വർഷത്തിൽ $20 ബില്യൺ ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ബ്രസീലും തമ്മിൽ 3 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമീബിയയിൽ. കേരളത്തിൽ നിപ്പ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിൽ 485 പേർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. ഓഗസ്റ്റ് 1 മുതൽ അധിക തീരുവ അടയ്ക്കേണ്ട രാജ്യങ്ങൾക്ക് സമയപരിധി നീട്ടി നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ അരീന സബലെങ്ക സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.